എല്ലാവർക്കും എൻ്റെ പ്രണാമം. 52ാം പദ്യം മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച തുടരുന്നത്. 51ൽ അഹന്ത ഇദന്ത, ഇത് രണ്ടും രണ്ട് വള്ളികൾ പോലെ മായാമരത്തെ ആകെ പടർന്ന് മറച്ചിരിക്കുന്നു. ഈ രണ്ടും അഖണ്ഡബോധത്തിൽ ആവിർഭവിക്കുന്ന ശബ്ദങ്ങളാണ്. അഹം, ഞാൻ. ശബ്ദമുച്ചരിക്കാത്ത ജീവൻ അനുഭവപ്പെടുകയേയില്ല. മലയാളത്തിൽ ഞാൻ എന്ന പദം ഉച്ചരിക്കണം. മറ്റു ഭാഷകളിലാണെങ്കിൽ അതാത് ഭാഷകളിലെ പദങ്ങൾ ഓരോ ജീവികളിലും ഏതെങ്കിലും ഒരു ധ്വനി പുറപ്പെടുവിച്ചിട്ടാണ് ഞാൻ അവ ഉണ്ടെന്ന് സ്വയം ബോധിക്കുന്നത്. ഉറുമ്പുകൾക്ക് പോലും ഭാഷയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾക്ക് ഉറുമ്പുകളുടെ ഭാഷ അറിയാം. വെച്ചാൽ അവയെ ചില ധ്വനികളൊക്കെ പുറപ്പെടുവിച്ച് അടുത്ത് വിളിച്ചു വരുത്താനൊക്കെ കഴിയുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്തായാലും ശക്തി സ്പന്ദിക്കുന്നത് ധ്വനിമയം ആയിട്ടാണ്. ഇന്നത് ആധുനിക ശാസ്ത്രത്തിന് പോലും സമ്മതം. സൗണ്ട് എനർജിയാണ് ആദ്യമായി അനുഭവപ്പെടുന്ന എനർജി. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നാഡി പിടിച്ചു നോക്കുക, ഹൃദയത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കുക, ഒക്കെ ചെറിയ ശബ്ദസ്പന്ദനത്തിൽ കൂടെയാണ്. എന്തിന്? ഈ ധ്വനി ആകാശത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നിറഞ്ഞു നിൽക്കുന്ന ഒരു ധ്വനി ഈ സ്പേസിൽ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അവരതിന് സ്ഫോടം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും അത് സമ്മതമാണ്. കോസ്മിക് എനർജി, സൗണ്ട് എനർജി സ്പന്ദിക്കാത്ത ഒരു ശൂന്യ സ്ഥലം സ്പേസിൽ ഉണ്ടാക്കാനേ സാധ്യമല്ല. നമ്മൾ ഈ വാക്വം എന്നൊക്കെ പറഞ്ഞാൽ ശൂന്യ സ്ഥലം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് പോലും കോസ്മിക് എനർജി സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബ്ദരൂപത്തിൽ ഒരു ധ്വനി. നമ്മുടെ വൈയാകരണന്മാരും മറ്റും പറയുന്നുണ്ട് ഈ സ്ഫോടം നമുക്ക് തന്നെ അനുഭവിക്കാം. രണ്ട് കൈ കൊണ്ടും രണ്ട് ചെവിയും പൊത്തി നോക്കിയാൽ ആകാശത്തിൽ ഗംഭീരമായ ഒരു മുഴക്കം, ശബ്ദം നടക്കുന്നതായി അനുഭവപ്പെടുന്നതാണ്. സാധാരണ നമ്മുടെ ചെവി ഈ പുറത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാനാണ് ഈ ചെവി ഉപയോഗപ്പെടുന്നത്. പക്ഷെ സർവത്ര മുഴങ്ങുന്ന ശബ്ദം രണ്ട് ചെവിയും കൈകൊണ്ട് പൊത്തി നോക്കിയാൽ ആർക്കും അനുഭവിക്കാം. വേണമെങ്കിൽ വീട്ടിൽ പോയോ ഇപ്പോഴോ എപ്പോഴായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. നല്ല ഗംഭീരമായ ഒരു മുഴക്കം. ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തെ വിളിച്ചറിയിക്കുന്നതാണ് ഈ ധ്വനി. ശബ്ദമാണ് ബോധത്തെ വിളിച്ചറിയിക്കുന്ന ആദ്യത്തെ ഘടകം. നമ്മൾ ഈ ജന്തുക്കളുടെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ആ ശബ്ദത്തിൻ്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് ബോധം ഞാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളൂ. ബോധത്തിൽ നിന്നും ശബ്ദം സ്പന്ദിച്ചിട്ടാണ് ഈ ജഗത്തിനെ മുഴുവൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ ശബ്ദം ധ്വനിയാണ്. പിന്നെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി രൂപപ്പെടുന്ന ദൃശ്യങ്ങൾ എല്ലാം ശബ്ദം പല രൂപത്തിൽ വളരുകയാണ്. ആദ്യത്തെ എനർജിയാണല്ലോ പ്രപഞ്ചമായി രൂപപ്പെടുന്നത്. എങ്ങനെ ശബ്ദം ഈ കട്ടിപിടിച്ച ജഡമായിട്ടൊക്കെ മാറുന്നു, അതൊന്നും അങ്ങനെ ചോദിക്കരുത്. ഒരു ശാസ്ത്രജ്ഞനും അറിഞ്ഞൂടാ, മാറുന്നു. ഇപ്പൊ എനർജി എവിടെ വെച്ച് എങ്ങനെയാണ് ഫണ്ടമെന്റൽ എലമെന്റ്സായി മാറുന്നത്, അതൊന്നും ശാസ്ത്രത്തിനോട് ചോദിച്ചാൽ അവർക്കറിഞ്ഞുകൂടാ. എനർജി ഫണ്ടമെന്റൽ എലമെന്റ്സായിട്ട് മാറുന്നു. ഈ ശബ്ദം ആകാശത്തിന്റെ തോന്നൽ ഉളവാക്കുന്നു. പിന്നെ അത് വളരുന്നു, വായു പഞ്ചഭൂതങ്ങളായി വളരുന്നു.
പഞ്ചഭൂതങ്ങൾ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ കാഴ്ചയുളവാക്കുന്നു. ഇതാണ് ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്ദ്രജാലം, ബോധത്തിൽ നടക്കുന്ന ഗംഭീരമായ ഒരു ഇന്ദ്രജാലം നടക്കുന്നു എന്നറിയാം. ഇതെങ്ങനെ, എന്തിന്, എപ്പോൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല, ആർക്കുമില്ല. അതുകൊണ്ടാണ് ഇത് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. അപ്പൊ ശബ്ദമാണ് ഈ ബ്രഹ്മാണ്ടങ്ങളായി രൂപപ്പെട്ടിരിക്കുന്നത്. ബോധമാണ് അത് അന്തിമ വിശകലനത്തിൽ. ബോധത്തിൽ നിന്നും ആദ്യം ധ്വനിമയമായി ആകാശം സ്ഫുരിക്കും, സ്പേസ്. ഈ സ്പേസ് ധ്വനിമയമായി ബോധത്തിൽ നിന്നും സ്ഫുരിക്കുന്നു. എങ്ങനെ അറിയാം? സ്ഫുരിച്ചിരിക്കുന്നു. ആകാശം കാണുന്നു, കൈവച്ച് നോക്കൂ, അത് മുഴങ്ങുന്നു. എല്ലാം അനുഭവത്തിൽ കൂടെ തെളിയുന്നു. അവിടെ ആണ്. അതിൽ കൂടുതൽ ചോദിക്കരുത്. എങ്ങനെ, എന്തിന്, അതൊന്നും ആർക്കും നിശ്ചയമില്ല. മായ, ഇന്ദ്രജാലം. ബോധത്തിൽ നിന്നും ഇങ്ങനെ ധ്വനിമയമായ ഒരാകാശം സ്ഫുരിക്കാനേ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ചലനമില്ലാത്ത ബോധം, ചലിച്ചാലല്ലേ എനർജിയുടെ സ്പന്ദനം സാധിക്കൂ. ചലനമില്ലാത്ത ബോധത്തിൽ ചലനം എങ്ങനെ വരും? വരാനേ സാധ്യമല്ല. ഒരു ചിന്തകനും അത് സമർത്ഥിക്കാനും സാധ്യമല്ല. അപ്പോ ഋഷിമാരോട് ചോദിച്ചാലോ, അതാണ് ഭഗവാന്റെ മായ. ഭഗവാൻ ഇങ്ങനെ അന്തിമമായി മരുഭൂമിയിൽ വെള്ളം കാണും പോലെ ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. ഗുരുദേവൻ പറയുകയാണ്, ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ. അങ്ങനെ ആദ്യം ധ്വനിമയമായി ആകാശം തോന്നും, അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. തുടർന്ന് അതിൽ അനന്ത കോടി ദൃശ്യജാലം അണയും, ഉണ്ടെന്ന് തോന്നും, പ്രത്യക്ഷപ്പെടും. കൂടുതൽ ചോദിക്കരുത്. ഇതാണ് എന്റെ ക്രമം, അത് ഇപ്പൊ പറഞ്ഞു തരാം, അത്രയേ ഉള്ളൂ. പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും. ഈ ദൃശ്യജാലം പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി കാണുന്നവൻ, കാഴ്ച, കാണപ്പെടുന്ന പദാർത്ഥം, നമ്മൾ ത്രിപുടി നേരത്തെ ചർച്ച ചെയ്തതാണ്. അറിയുന്നവൻ, അറിയപ്പെടുന്ന പദാർത്ഥം. ഇപ്പൊ സൂര്യനെ അറിയുന്നു. സൂര്യനെ അറിയുന്നയാൾ, ഉള്ളിലുള്ള സൂര്യസങ്കല്പം, അതാണ് അറിവ്. പുറത്തുള്ള സൂര്യൻ, അറിയപ്പെടുന്ന സൂര്യൻ. അറിയുന്നവൻ ജ്ഞാതാവ്, അറിവ്, ജ്ഞാനം, ഉള്ളിലുള്ള സങ്കല്പം സൂര്യന്റെ. പുറത്തുള്ള സൂര്യൻ ജ്ഞേയം, ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം. അറിയുന്നവൻ, അറിവ്, അറിയപ്പെടുന്ന വസ്തു. കാണുന്നവൻ, കാഴ്ച, കാണപ്പെടുന്ന വസ്തു. ഇങ്ങനെ മൂന്ന് ഘടകങ്ങൾ നമ്മുടെ അനുഭവങ്ങളിൽ വേർതിരിയും. ഏതനുഭവത്തിലും. ഇതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഈ ത്രിപുടിയൊക്കെ എവിടെയാണ്? ബോധത്തിൽ നിന്നും ധ്വനി സ്പന്ദിച്ചു, ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, ഈ ത്രിപുടി വന്നു ചേരുന്നു. ഓരോരുത്തർക്കും, അറിയുന്നവർക്കൊക്കെ ത്രിപുടി. കാണുന്നവൻ, കാഴ്ച, കാണപ്പെടുന്ന വസ്തു. ഇതാണ് പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. സ്പഷ്ടമാണല്ലോ. ആ ബോധത്തിൽ നിന്നും ആദ്യം ധ്വനിമയമായി അനുഭവം പൊന്തി ആകാശം. ധ്വനി തീർന്നാലോ ബോധം മാത്രം. ശബ്ദം പൂർണ്ണമായി നിലയ്ക്കുമെങ്കിൽ എന്ത് ശേഷിക്കും? ബോധം. ശബ്ദമാണ് സർവത്ര. ശബ്ദത്തിന്റെ ബ്രഹ്മം കഴിഞ്ഞാൽ ഈ ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ശബ്ദമാണ്. ശബ്ദത്തോട് കൂടാതെ യാതൊരനുഭവവും ജഗത്തിനില്ല. അസ്വസ്തി പ്രത്യയോ ലോകേ
പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ശബ്ദമായി മാറിക്കഴിയും. ഹാ ഹൂ എന്ന് എന്തെങ്കിലും ശബ്ദമായി മാറിക്കഴിയും. ശ്രമിച്ചു നോക്കുക, ശബ്ദമില്ലാതെ എന്തെങ്കിലും അനുഭവം സാധ്യമാണോ? വീട്ടിൽ ചെന്നിട്ട് മതി. ഇപ്പൊ ഇവിടെ ഇരുന്നത് കേൾക്കുക. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉള്ളിൽ ശബ്ദമെന്ന് വെച്ചാൽ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ശബ്ദമല്ല, ഉള്ളിൽ ധ്വനിമയമായ ഏതെങ്കിലും ഒരു ജീവിക്കുമില്ല. ഏതെങ്കിലും തരത്തിൽ ധ്വനി സ്പന്ദിക്കാതെ യാതൊരനുഭവവും സാധ്യമല്ല. വേദന അനുഭവിക്കണം, ഉടനത് ധ്വനിയായി മാറിക്കഴിയും. ഇപ്പൊ നല്ലൊരു മുറിവ് പറ്റി വേദന അനുഭവിക്കുന്നു. വേദന അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അത് ധ്വനിയായി മാറിക്കഴിയുന്നു, ഏതെങ്കിലും തരത്തിൽ പ്രകടമാക്കാൻ. അങ്ങനെ ശബ്ദബ്രഹ്മം എന്നാണ് ജഗത്തിന് മറ്റൊരു പേര്. അത്ഭുതകരമായ ശാസ്ത്രമാണിത്. ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ യാതൊരു അറിവുമില്ല. ബ്രഹ്മം കഴിഞ്ഞാൽ പിന്നെ ശബ്ദം, അഖണ്ഡ ബോധം കഴിഞ്ഞാൽ പിന്നെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശബ്ദം. അതാണ് ഇതൊക്കെയായി മാറിയിരിക്കുന്നത്. നാമരൂപങ്ങൾ, നാമം രൂപം, ശബ്ദങ്ങൾ ദൃശ്യങ്ങളായി മാറുന്നു. ഏത് ദൃശ്യവും ശബ്ദാത്മകമായ സങ്കല്പം കൂടാതെ അനുഭവിക്കാനേ സാധ്യമല്ല. ജീവനെ പോലും ഞാൻ ഉച്ചരിക്കാതെ ജീവൻ അനുഭവപ്പെടില്ല. ഈ മൈക്കുണ്ട്, മൈക്കെന്ന് ഉച്ചരിക്കാതെ മൈക്ക് അനുഭവപ്പെടില്ല. അപ്പൊ സങ്കല്പിക്കുക, ഉച്ചരിക്കുക എന്ന് വെച്ചാൽ സങ്കല്പിക്കുക സൂക്ഷ്മമായിട്ട്. സങ്കല്പങ്ങളെല്ലാം ശബ്ദാത്മകമാണ്. സൂര്യനുണ്ടെന്ന് അനുഭവിക്കണം. സൂര്യൻ ഉച്ചരിക്കാതെ ഉള്ളിൽ സൂര്യൻ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിലോ സംസ്കൃതത്തിലോ ഒക്കെ സൂര്യൻ ഉച്ചരിക്കുന്നു. മറ്റു ഭാഷകളിൽ അതാത് പേര്. ഏതെങ്കിലും ഒരു ശബ്ദം ഉച്ചരിച്ച് സങ്കല്പിക്കാതെ സൂര്യൻ ഉണ്ടെന്ന് അനുഭവിക്കാനേ സാധ്യമല്ല. അപ്പോ നമുക്ക് ഈ പ്രപഞ്ചത്തെ ഒക്കെ അങ്ങ് വേണ്ടെന്ന് നോക്കണം. വളരെ എളുപ്പമാണ്. ഒന്നും ഉച്ചരിക്കാതിരുന്നേക്കൂ, ഒന്നും സങ്കല്പിക്കാതിരുന്നേക്കൂ. ഉച്ചരിക്കാതെന്ന് വെച്ചാൽ സങ്കല്പിക്കുക. സങ്കല്പം സൂക്ഷ്മ ശബ്ദമാണ്. സങ്കല്പിക്കാതിരുന്നേക്കൂ, ഒരു പ്രപഞ്ചവുമില്ല. ബാക്കി എന്താ നിൽക്കുന്നത്? ബോധം, അഖണ്ഡ ബോധം. ഈ വിവരണം സൃഷ്ടിക്കും ചേരും, സത്യം കാണാൻ ശ്രമിക്കുന്നയാളിനും ചേരും. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. നമ്മൾ നേരത്തെ വിവരിച്ചല്ലോ, മനസ്സേകാഗ്രപ്പെടുമ്പോൾ മനസ്സ് പ്രാണപ്രസരം ഉണ്ടാക്കും. പ്രാണപ്രസരത്തോടുകൂടി അത്ഭുതകരങ്ങളായ അനാഹതധ്വനി കേൾക്കാറാവും. പ്രണവം മുഴങ്ങി ഉള്ളിൽ. ഏതാണ്ട് നമ്മൾ ഈ കൈ വെച്ച് ചെവി അടച്ചാൽ കേൾക്കുന്ന ശബ്ദം ഏതാണ്ട് പ്രണവത്തിന്റെ മുഴക്കം പോലെ കേൾക്കും. അപ്പോൾ ഒരു സത്യാന്വേഷി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി പ്രാണൻ പ്രസരിച്ചു. ധ്വനിമയമായി ഗഗനം സ്ഫുരിക്കും. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ശബ്ദമയമായ ആകാശം, ദഹരാകാശം എന്ന് പറയും, ചെറിയ ആകാശം ഉള്ളിൽ, ശരീരത്തിനുള്ളിൽ, ഹൃദയത്തിനകത്തുള്ള ദഹരാകാശം അനാഹതധ്വനി കൊണ്ടും പ്രണവധ്വനി കൊണ്ടും നിറഞ്ഞ് പലപ്പോഴും അനുഭവപ്പെടും. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. അവിടെ ത്രിപുടി അവസാനിക്കും. പൂർത്തി നൽകും എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായി അർത്ഥം പറയുമ്പോൾ ത്രിപുടി വേർതിരിയും. ഇവിടെ അങ്ങനെയല്ല. ത്രിപുടി പൂർത്തി നൽകും, അവസാനിക്കും. പിന്നെ ത്രിപുടി ഇല്ല. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. ഒടുവിൽ ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. അന്നാൾ അണയും അതിങ്കലശേഷ ദൃശ്യജാലം. ദൃശ്യമെല്ലാം അവിടെ അസ്തമിക്കും. അണയും എന്ന് വെച്ചാൽ അവിടെ അസ്തമിക്കും. സൃഷ്ടിപരമായി അർത്ഥം പറയുമ്പോൾ ദൃശ്യങ്ങൾ പ്രകടമാവും. അണയും രണ്ടർത്ഥമുണ്ട്. അണയുക എന്ന് പറഞ്ഞാൽ പ്രകടമാവുക, അണയുക ഇല്ലാതാവുക, രണ്ടർത്ഥമുണ്ട്. സൃഷ്ടിപരമായി പറയുമ്പോൾ ദൃശ്യങ്ങൾ ആവിർഭവിക്കും. ഒരു സത്യനിഷ്ഠന്റെ സത്യാനുഭവത്തിലേക്കുള്ള
വഴിയിൽ വരിക്കുമ്പോൾ ദൃശ്യങ്ങളെല്ലാം ഇല്ലാതാകും. ത്രിപുടിക്കു പൂർത്തി നൽകും, ത്രിപുടി ലയിക്കും. ഞാനുമില്ല, എന്റെ കാഴ്ചയുമില്ല, കാണപ്പെടുന്ന വസ്തുവില്ല. ഒടുവിൽ സ്വനവും അടങ്ങും. രണ്ടിടത്തും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം എന്നുള്ളത് തുല്യം. എവിടെയാണോ ശബ്ദവും അടങ്ങിക്കിട്ടുന്നത്, സങ്കല്പം നിലച്ചു കിട്ടുന്നത്, അവിടെ സ്വയം പ്രകാശം. സ്വയം പ്രകാശം എന്ന് വെച്ചാൽ ഉണ്ട് ഉണ്ട് എന്ന് ഇടതിന്നിയ അനുഭവത്തോടുകൂടിയ ബോധം. സ്വയം പ്രകാശം എന്ന് വെച്ചാൽ സൂര്യൻ പ്രകാശിക്കും പോലെ പ്രകാശിക്കുമെന്നല്ല, നല്ല ഉത്കടമായി ഉണ്ട്, സംശയമേ വേണ്ട, കോടി സൂര്യതുല്യം ഉണ്ട്, ആനന്ദഘനമായ ഞാനുണ്ട് എന്ന് വ്യക്തമായി ഉണ്മ, സ്വയം ഉണ്മ അനുഭവപ്പെടുന്ന വസ്തു പ്രകാശിക്കും. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. അർത്ഥം മനസ്സിലായേ? ധ്വനിമയമായ ഗഗനം ജ്വലിക്കും. സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കും ഇതാണ് ക്രമം. ആദ്യം മുഴങ്ങുന്ന, ധ്വനി മുഴങ്ങുന്ന എന്നുവെച്ചാൽ സൗണ്ട് എനർജി കൊണ്ട് നിറഞ്ഞ, ഇത് അങ്ങേയറ്റം ആധുനിക ശാസ്ത്രത്തിന് പോലും അംഗീകരിക്കാവുന്ന ശാസ്ത്രവിവരണമാണ്. ശബ്ദശക്തി, സൗണ്ട് എനർജി കൊണ്ട് നിറഞ്ഞ ആകാശം അനുഭവപ്പെടും. അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. അതൊരു സത്യദർശിയെ സംബന്ധിച്ചാണെങ്കിൽ അനാഹതധ്വനികളും പ്രണവധ്വനിയും കൊണ്ട് മുഴങ്ങുന്ന ഹൃദയാകാശം, ഹൃദയാകാശം അദ്ദേഹത്തിന് അനുഭവപ്പെടും. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. ആ വ്യാഖ്യാന പുസ്തകത്തിൽ ഇത് രണ്ടും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. സൃഷ്ടിപരമായി ത്രിപുടിക്ക് പൂർത്തി നൽകും എന്ന് പറഞ്ഞാൽ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്നിവ വേർതിരിയുന്ന ദൃശ്യങ്ങൾ അനുഭവപ്പെടും. അണയും ദൃശ്യജാലം, അണയും ദൃശ്യജാലങ്ങൾ പ്രത്യക്ഷപ്പെടും എന്ന് സൃഷ്ടിപരമായ അർത്ഥം. സത്യദർശിയെ സംബന്ധിച്ചിടത്തോളം ദൃശ്യങ്ങൾ ഇല്ലാതാവും. ത്രിപുടിക്ക് പൂർത്തി നൽകും, ത്രിപുടി ലയിക്കും, ത്രിപുടി വ്യക്തമായി വേർതിരിയും എന്ന് സൃഷ്ടിപരമായ അർത്ഥം. ഗംഭീരമായ ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി തന്നെ സൃഷ്ടി എങ്ങനെ നടക്കുന്നു, പ്രളയം എങ്ങനെ നടക്കുന്നു ഒരു സത്യദർശിക്ക്, ഇതെല്ലാം ജഗത്ത് മുഴുവൻ ഇല്ലാതാവുന്നു. ഈ രണ്ടർത്ഥവും ഭംഗിയായി ദ്യോതിപ്പിക്കുന്ന മനോഹരമായ ഒരു ശ്ലോകമാണിത്. സ്വനവും അളങ്ങുവിടം. എന്തായാലും ശബ്ദശക്തിയും സൗണ്ട് എനർജിയും സങ്കല്പങ്ങളും എന്നും പറയാം എവിടെ അവസാനിക്കുമോ അവിടെ സ്വയം പ്രകാശിക്കുന്ന സത്യം, അഖണ്ഡബോധം, ബ്രഹ്മം പ്രത്യക്ഷം അനുഭവവിഷയമാവും. ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ആനന്ദസ്വരൂപമായ സത്യം അനുഭവപ്പെടും. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. അന്നാൾ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. ജഗത്ത് മുഴുവൻ ശബ്ദാത്മകമാണ്, ബ്രഹ്മാത്മകമാണ്. അന്തിമ വിശകലനത്തിൽ ബ്രഹ്മം കഴിഞ്ഞാൽ അടുത്തത് ശബ്ദമാണ്. ശബ്ദബ്രഹ്മം എന്നാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മറ്റൊരു പേര്. ഉപനിഷത്തുക്കൾ, വേദാന്തികൾ ഈ പ്രപഞ്ചത്തിന് നൽകിയിരിക്കുന്ന മറ്റൊരു പേര് ശബ്ദബ്രഹ്മം. ശബ്ദത്തിന്റെ രൂപാന്തരമാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ശബ്ദത്തിന്റെ ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൽ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ഇതൊക്കെ എങ്ങനെയായി സംഭവിക്കുന്നത്? അഖണ്ഡബോധസ്വരൂപമായ വസ്തു സർവത്ര നിറഞ്ഞു നിൽക്കുന്നു, നിശ്ചലം, ആനന്ദഘനം. അവിടെ ഇങ്ങനെ ധ്വനിമയമായ ഒരു ആകാശം തോന്നേണ്ട വല്ല കാര്യവുമുണ്ടോ? വാസ്തവത്തിൽ ഒരു കാര്യവുമില്ല.
ഒരു കാര്യവുമില്ല. പിന്നെ തോന്നുന്നതോ എന്ന് ചോദിച്ചാൽ ഗുരുദേവനൊക്കെ തോന്നുന്നില്ല. പിന്നെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പോലെ അത് തോന്നുന്നു എന്ന് ഇപ്പുറത്ത് നിന്ന് നിൽക്കുന്ന നിങ്ങൾ കരുതുന്നു. അപ്പൊ പിന്നെ തോന്നുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വകവയ്ക്കുമോ? അതുകൊണ്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആ മനസ്സിനെ ഒന്ന് വിഷമിപ്പിക്കൂ, സങ്കല്പങ്ങളെ കുറയ്ക്കൂ. കുറച്ചാലോ നിങ്ങൾക്ക് വീണ്ടും ധ്വനിമയമായ ആകാശം ഉള്ളിൽ അനുഭവപ്പെടും. അവിടെ ദൃശ്യജാലമൊക്കെ അണയും, ഇല്ലാതാവും. ത്രിപുടിക്ക് പൂർത്തി നൽകും, ത്രിപുടി ലയിക്കും. നിങ്ങളുടെ ആ ശബ്ദമയമായ ആകാശവും ലയിക്കുമ്പോൾ നിശ്ചലവും ആനന്ദഘനവും ഏകവും രണ്ടില്ല ആത്തതുമായ ബോധം നിങ്ങളതാണ്. അത് വ്യക്തമായി തെളിയാറാകും. അപ്പൊ പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഗുരുദേവൻ? ഞങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. തോന്നുന്നെങ്കിൽ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളവുമില്ല, പക്ഷെ ഇതുണ്ടെന്ന് തോന്നുന്നല്ലോ സാർ. തോന്നുന്നെങ്കിൽ ഇതും മരുഭൂമിയുടെ ഒരു ശക്തി, അല്ലാതെ വേറെ എന്താ ഉത്തരം പറയാൻ? ഇതിലെയും ആദിമശക്തി ഇങ്ങു കാണുന്നിതു സകലം പെറും ആദിബീജമാകും. മതിയതിലാക്കി മറന്നിടാതെ മായാമതി അറിവാൻ മനനം തുടർന്നിടേണം. ഇതെങ്ങനെ ഇതിലൊക്കെ തോന്നി? അല്ലെ, പരമസത്യം കാണും, ശരി തന്നെ. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. തോന്നുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ അനന്ത സത്യത്തിന്റെ ഒരു ഇന്ദ്രജാല ശക്തി. അതെന്തിനാ മായാശക്തി എന്ന് പറയണം? യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞുകൂടെ? ഒരിക്കലും സത്യമല്ല. അനക്കമില്ലാതെ ഘനീഭവിച്ച് ആനന്ദമായി നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിൽ എന്തിനാണൊരു ചലനം? ആവശ്യമേ ഇല്ല. അതുകൊണ്ട് യഥാർത്ഥ ശക്തി പറയാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ വെറും മായ സങ്കല്പമുണ്ടാക്കി തീർക്കുന്ന ഭ്രമം. എങ്ങനെ അറിയാം? സങ്കല്പമാണ് സകലതിനും കാരണം. സങ്കല്പം ആരുണ്ടാക്കി? മായ. സംശയം എന്താ? നമുക്കൊക്കെ സങ്കല്പമുണ്ടല്ലോ. ഓരോന്ന് സങ്കല്പിക്കുന്നു. ഇത് പുസ്തകം എന്ന് സങ്കല്പിച്ചു, പുസ്തകമെന്ന് അനുഭവിച്ചു. പുസ്തകം എന്ന് സങ്കല്പിക്കാതെ പുസ്തകമെന്ന അനുഭവമേ സാധ്യമല്ല. ഇത് തന്നെ മറ്റൊരു തരത്തിൽ സങ്കല്പിക്കുന്നവർക്ക് മറ്റു തരത്തിൽ. ഇന്ന് ഫിസിക്സിലെ ഏറ്റവും പ്രാമാണികന്മാർ പറയുന്നത് ഇവിടെ പുസ്തകമില്ല. എന്തുകൊണ്ട്? അവർ സങ്കല്പിക്കുന്നു ഇത് കുറച്ച് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആണ്. എന്നുവെച്ചാൽ അവരതുവരെ എത്തിയിട്ടുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വസ്തുവിടെ പുസ്തകം എന്നൊരു വസ്തു ഇല്ല. കുറച്ച് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. ഇത് ക്ലാസ് എടുക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ മേശയിൽ തൊട്ട് കാണിച്ചുകൊണ്ട് സാറ് പറയുകയാണ്, കുട്ടികളെ ഇവിടെ മേശയില്ല. പിന്നെയോ കുറച്ച് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആണ്. നിങ്ങളതിനെ മേശയായിട്ട് കാണുന്നു. ഇനി വേറെ ജന്തുക്കൾ ഇതിനെ എന്തായിട്ടായിരിക്കും കാണുന്നത്? അവരുടെ സങ്കല്പവും അനുഭവവും നമുക്കറിയില്ല. ഒരു പട്ടി ഇവിടെ വന്നു ഈ മേശയെ അല്ലെങ്കിൽ ഈ പരമ്പിനെ പട്ടി എങ്ങനെ കാണും? വേറെ എന്താ ഒരു ഉറുമ്പഴയുന്നു, അതിനുമില്ലേ അനുഭവം? അതെങ്ങനെ കാണും? ഇതിനെ കാണുന്നുണ്ടോ? എങ്ങനെ കാണും? ഇതൊരു മഹാ അത്ഭുതമല്ലേ? നമുക്ക് കാണുന്നത് മാത്രം സത്യം. ഇപ്പൊ ഒരു പുകക്കണ്ണാടി വെച്ചിട്ട് ഈ വസ്തുവിനെ കാണുന്നു, 10 ഇരട്ടി വലുതായിട്ട് കാണുന്നു. അയാൾ പറയുകയാണ് എന്റെ കാഴ്ചയാണ് ശരി, ഞാൻ കാണുന്നു. സ്നേഹിതൻ, നിങ്ങൾ ആ ഉപകരണം കൊണ്ട് കാണുന്നതല്ലേ? ഉപകരണം കൊണ്ട് കാണുന്നതാണോ വെറും കണ്ണുകൊണ്ട് കാണുന്നതാണോ സത്യം? വെറും കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ആ പദാർത്ഥത്തെ അത്ര വലിപ്പത്തിൽ കാണാൻ കഴിവില്ല. നിങ്ങളുടെ കണ്ണിന് ആ കഴിവില്ല.
എന്റെ ഉപകരണത്തിന് കഴിവുണ്ട്. അപ്പൊ ഞാൻ കാണുന്നതാണ് സത്യം എന്ന് അയാൾ ശഠിച്ചാലോ? അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ലോകമാണ് സത്യം. പട്ടിയുടെയും പൂച്ചയുടെയും ഉറുമ്പിന്റെ ലോകം അസത്യം. ആരാ നിങ്ങളത് പറയാ? അത് പട്ടിയും പൂച്ചയും വേണ്ടേ പറയാൻ? അത് പറയുന്നു മനുഷ്യ, നീ കാണുന്ന ലോകം കള്ളം, ഞാൻ കാണുന്ന ലോകമാണ് സത്യം എന്ന് ശഠിച്ചാലോ? ദേവന്മാർക്ക് തികച്ചും പ്രത്യേകമായിട്ടാണ് അവരുടെ അനുഭവം. ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ഓരോരുത്തർക്ക് ഇതൊക്കെ ഉപകരണങ്ങളാണ്. ഇന്ദ്രിയങ്ങളൊക്കെ ബോധത്തിന്റെ ഉപകരണങ്ങൾ. കണ്ണ് രൂപത്തെ കാണിക്കുന്നു. കണ്ണെന്താ ശബ്ദവും കൂടെ കാണിക്കാത്തത്? സാധ്യമല്ല. ആ ഉപകരണത്തിനതേ പറ്റൂ. ചെവി ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ഓരോ ഉപകരണം ഓരോന്നിനെ കാണിക്കുന്നു. ഇതിനർത്ഥം തന്നെ അതൊക്കെ ഉപകരണമാണ്. വിവേകാനന്ദ സ്വാമി പറയും, ആറാമത്തെ ഒരു ഇന്ദ്രിയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജഗത്തിൽ നമ്മൾ ആറാമതൊരു വസ്തു കൂടെ അനുഭവിക്കുമായിരുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾക്കപ്പുറം ആറാമതൊരു വസ്തു കൂടെ അനുഭവിക്കുമായിരുന്നു. എന്തിനിതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ കാണുന്നതൊക്കെ വെറും ഉപകരണങ്ങൾ കാണിക്കുന്ന ഭ്രമം, വസ്തുബോധം. അതിന് ഈ ജഗത്തുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഉപകരണങ്ങൾ വരുമ്പോൾ ആ ഉപകരണങ്ങളോട് ചേരുന്ന, അതിൽ പ്രതിബിംബിക്കുന്ന ജീവബോധം ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അത് ഉപകരണങ്ങളുടെ വ്യത്യാസമനുസരിച്ച് മാറി വരും. വേറെ ലോകമുണ്ടോ സാർ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എന്ത് മഠന്മാരാണ്! കാണുന്നത് ലോകം എന്നാണ് ശബ്ദത്തിന് തന്നെ അർത്ഥം. ഉള്ളതല്ല, ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ. നിങ്ങൾ അതിനെ ഉപകരണങ്ങളിൽ കൂടെ എങ്ങനെ കാണുന്നു? ലോക്യത്തെ ഇതിൽ ലോക. അപ്പോൾ ഇവിടെ എത്ര ലോകങ്ങളുണ്ട്? ജന്തുക്കളുടെ ലോകങ്ങൾ. ആധുനിക ശാസ്ത്രം തന്നെ സമ്മതിക്കുന്നു, നമ്മുടെ ലോകമൊന്നുമല്ല. ജന്തുക്കളുടെ ലോകമൊന്നും നമ്മുടെ ലോകമല്ല. വൃക്ഷലതാദികളുടെ ലോകം. എന്താ ലോകം? നമുക്ക് പിടിയില്ല. കാരണം ആ ശരീരവും ആ ഉപകരണങ്ങളും നമുക്കില്ല. അപ്പം നമ്മുടെ ലോകം മാത്രമാണ് സത്യം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർ അല്പം പോലും ചിന്തിക്കാൻ കഴിവുള്ളവരല്ല. പക്ഷെ ഒരു കാര്യം തീർച്ച, സസ്യമായാലും ശരി, വൃക്ഷമായാലും ശരി, ജന്തുക്കളായാലും ശരി, മനുഷ്യരായാലും ശരി, ബോധം എന്ന ആ സത്യത്തിന് മാറ്റമില്ല. ബോധം ആ ഉപകരണം കൈക്കൊണ്ടാൽ മാത്രമേ അനുഭവമുള്ളൂ. ബോധം എവിടെയും ബോധം, അഖണ്ഡ ബോധം. സസ്യത്തിലായാലും ശരി, പശുപക്ഷികളിലായാലും ശരി, മനുഷ്യനിലായാലും ശരി, വസ്തുബോധം. ഉപകരണങ്ങളെ ആസ്പദമാക്കി പല നാമരൂപങ്ങൾ, പ്രപഞ്ചം. നാമരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നാമം മാത്രം എന്ന് പോലും പറയാം. അതാണ് ശബ്ദം. ശബ്ദമാണ് പിന്നെ രൂപമൊക്കെ ആയി മാറുന്നത്. ശബ്ദം, ശബ്ദാത്മകമാണ് ഈ പ്രപഞ്ചം. ആലോചിക്കുക, ശബ്ദമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം സാധ്യമാകുമോ? ഇത് നല്ലവണ്ണം ആലോചിക്കുക. വല്ല സംശയമുണ്ടെങ്കിൽ അടുത്ത ദിവസം വന്ന് ചോദിക്കുക. അങ്ങനെ ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ ഒരനുഭവവും സാധ്യമല്ലെങ്കിൽ ശബ്ദമുണ്ടോ പ്രപഞ്ചമുണ്ട്, ആ ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, അത് അതിനപ്പുറത്ത് ഇപ്പുറത്തോട്ട് കടന്നിട്ട് ശബ്ദമുണ്ടോ പ്രപഞ്ചമുണ്ട്, ശബ്ദമില്ലേ പ്രപഞ്ചമില്ല. അതുകൊണ്ട് പ്രപഞ്ചമായി കാണുന്നതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ, അതിൽ കഴിഞ്ഞിവിടെ ഒന്നുമില്ല. വസ്തുബോധം മാത്രം, അതിൽ കുറെ ശബ്ദങ്ങൾ.